കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ചൊരു പ്രാവശ്യം കൂടി ഇങ്ങനെ സംഗമിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നമ്മൾ പുതിയ നിയമ ശുശ്രൂഷ എന്ന വിഷയം സംബന്ധിച്ച് മൂന്നാമത്തെ പ്രാവശ്യം, 2 പ്രാവശ്യം നമ്മൾ കഴിഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യത്തെ ക്ലാസ് നമ്മൾ ഇന്നലെ ആരംഭിച്ചു. ഇന്നലെ നമ്മൾ പറഞ്ഞത് പ്രധാനമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 6 ഉടമ്പടികൾ. അതിനകത്ത് 5 എണ്ണമാണ് നമുക്ക് കൃത്യമായിട്ട് രേഖകളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ളൂ. ബാക്കി ഒരെണ്ണം നമുക്ക് രേഖകൾ ലഭ്യമല്ല, ഒറ്റ വാക്ക് മാത്രമേ നമുക്കതിനെക്കുറിച്ച് ലഭ്യമായിട്ടുള്ളൂ. ഹോശയുടെ പുസ്തകത്തിലൊരു വാക്യം മാത്രമാണ് ആദാമിനോട് ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് വാക്യമായിട്ട് ലഭ്യമായിട്ടുള്ളത്. ബാക്കി 5 കവനൻറ്റുകൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് ലഭ്യമാണ്. വേണ്ട, പിടിച്ചോ, 6 പിടിച്ചോ. ഈ 6 ഉടമ്പടികളിൽ ഇനി നാളെ ഒരു 7ാമത്തെ ഒന്നുകൂടെ വന്നാലും എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. ഏതായാലും നല്ലതാണ്, എണ്ണം കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിതാവ് പുത്രനോട് ചെയ്തിരിക്കുന്ന എവർലാസ്റ്റിംഗ് ഉടമ്പടി എന്ന് പറയുന്നൊരു ഉടമ്പടിയെക്കുറിച്ചുള്ള സൂചകം നമുക്ക് നമ്മുടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നിത്യമായ ഉടമ്പടി പിതാവ് പുത്രനോട് ചെയ്തിരിക്കുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്, ടോപ്പിക് എടുക്കുന്നവരുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് പുതിയ നിയമ ശുശ്രൂഷ മനസ്സിലാകാനായിട്ട് ലഭ്യമാകേണ്ട വെളിച്ചമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് 6 ഉടമ്പടികളാണ്. ആദാമ്യ ഉടമ്പടി, നോഹൈക, അബ്രഹാമ്യ, മോശൈക, ദാവീദ്യ, പുതിയ ഉടമ്പടി. ഇതിനകത്ത് പുതിയ ഉടമ്പടി കർത്താവ് പ്രഖ്യാപിച്ചത് പെസഹയുടെ അന്ന് രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ മീറ്റിംഗ് കഴിഞ്ഞപ്പം നമ്മുടെ ലിൻഡിയുടെ കൂട്ടുകാരി ജോഫി സിസ്റ്ററോട് അല്പനേരം സംസാരിച്ചപ്പോൾ നിങ്ങൾ കുറച്ച് പേര് ലീവായി പോയിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ ഇസ്രായേൽ മക്കളോടാണ് ദൈവം യേശുക്രിസ്തു മുഖാന്തരം പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത 11 പേർക്കാണ് ആദ്യത്തെ കർത്തൃമേശ കൊടുക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ഗലീല മലയുടെ മുകളിൽ വെച്ചാണ് സ്നാനത്തിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത്. ജ്ഞാനസ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുക എന്ന പുതിയ നിയമ കൽപ്പന കർത്താവ് കൈമാറിയത് മത്തായി ശിഷ്യ 28-ാം അധ്യായത്തിലാണ്. പക്ഷേ 26-ാം അധ്യായത്തിലാണ് കർത്തൃമേശ സ്ഥാപിക്കുന്നത്. അപ്പോൾ സ്നാനത്തിന് മുമ്പ് കർത്തൃമേശ സ്ഥാപിച്ചോ? നമ്മൾ സ്നാനപ്പെട്ടവർക്കല്ലേ കർത്തൃമേശ കൊടുക്കാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് പെസഹയുടെ മേശപ്പുറത്തിരുന്ന അപ്പവീഞ്ഞുകളെടുത്ത് കർത്തൃമേശ നടത്താൻ കാരണം എന്താണ്? അപ്പം പെസഹയുടെ ഫുൾഫിൽമെൻ്റാണ് കർത്തൃമേശ. വരുവായിരിക്കുന്ന മശീക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന അപ്പവീഞ്ഞുകളാണ് കർത്താവ് എടുത്ത് അവിടെ തിരുമേശ സ്ഥാപിക്കുന്നത്. അത് യഹൂദന്മാർക്കാണ് കൊടുത്തത്. അതുകൊണ്ടാണ് യഹൂദന്മാർക്കായതുകൊണ്ടാണ് സ്നാനപ്പെടാത്തവർക്ക് കൊടുത്തത്. ഇന്ന് നമ്മൾ സ്നാനപ്പെടാത്തവർക്ക് കൊടുക്കാത്തതിന് കാരണം, 1, അവർ യഹൂദന്മാരല്ല. 2, ഇത് ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന മിനിസ്ട്രി ആകയാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അത് അപ്പനുറുക്ക്, തിരുവത്താഴം, കർത്തൃമേശ നമ്മൾ പെസഹയായിട്ടല്ല നടത്തുന്നത്. നമ്മളിതിനെ കർത്തൃമേശയായിട്ട് മാത്രം മാറ്റിവെച്ച് കർത്താവിൻ്റെ മേശയായിട്ട് നടത്തുകയാണ്. അപ്പം കർത്തൃമേശ നമ്മൾ കൊടുക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർക്കാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. അപ്പം ഇവിടെ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മുടെ ഇടയിൽ വളരെ അറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ, കൃപാവരങ്ങളാൽ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവദാസൻ ഈ വേദഭാഗങ്ങൾ പഠിച്ചു വന്നപ്പോൾ പുള്ളി ചിന്തിച്ചു സ്നാനപ്പെടാത്തൊരു കർത്തൃമേശ കൊടുക്കുക. ഞാൻ ആളുടെ പേര് പറയുന്നില്ല. പുള്ളിയാണ് ആദ്യം കേരളത്തിൽ ഈ പ്രശ്നം കൊണ്ടുവരുന്നത്. പുള്ളി സ്നാനപ്പെടാത്തൊരു കർത്തൃമേശ കൊടുക്കാം, അതിന് തെളിവെന്ന് പറയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശു കൊടുത്തതാണെന്ന് പറഞ്ഞ് വഴി കൂടെ പോകുന്ന ആൾക്കാർക്കും വന്നവർക്കും പോയവർക്കൊക്കെ പുള്ളി കർത്തൃമേശ കൊടുത്തു. അത് ട്രൗസർ ഇട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ അതല്ല പ്രശ്നം, വന്നവർക്കും പോയവർക്കൊക്കെ കർത്തൃമേശ കൊടുത്തു. ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗിയിൽ വേണം ചെയ്യാൻ കേട്ടോ. ഞാനത് പ്രശ്നമെന്ന് പറയുന്നത് കർത്തൃമേശ കൊടുത്ത കാര്യം പറയുകയാണ്. ഇപ്പോഴും അത് നമ്മുടെ തൃശ്ശൂർ അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്നാനപ്പെടാത്ത ആദ്യമായിട്ട് വരുന്നവർക്ക് കർത്തൃമേശ കൊടുക്കുന്നത് എന്തർത്ഥത്തിലാണ് അത് കൊടുക്കുന്നത് എനിക്കറിയില്ല. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. ഒരു ശരീരത്തിന് കൊടുക്കേണ്ടതാണ് കർത്താവിൻ്റെ മിസ്റ്റോറിക്കൽ ബോഡിക്കകത്ത് അംഗമായവർക്ക് കൊടുക്കേണ്ടതാണ് കർത്താവിൻ്റെ മേശ. അവിടെ നിൽക്കട്ടെ, ഞാനതുകൊണ്ട് ആ ഭാഗം വിടുന്നു. ഇന്നലെ ആ ഭാഗം പറഞ്ഞതുകൊണ്ട് ഒറ്റ വാക്ക് അത് ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. നിങ്ങൾ ഈ ഹോസ്റ്റലുകളാക്കിയിരിക്കുന്നവർ വരുന്ന ആളുകളെ ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഞാനപ്പോൾ പിന്നെ ആ ഭാഗം ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ,
ഞാൻ ജോഫി വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നുണ്ട്, ജോഫിയെയും കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഷാലോമിലെ കോഹോസ്റ്റ് ആക്കണമെങ്കിൽ ചിലവ് ചെയ്യണം, പക്ഷെ ചിലവ് ചെയ്യാതെ ഞാൻ ആക്കിയിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, തിരിച്ചു വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി നമ്മൾ ന്യൂ കവനൻ്റ് മിനിസ്ട്രിയുടെ അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ന്യൂ കവനൻ്റ് മിനിസ്ട്രിയെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, പ്രധാനമായിട്ട് പുതിയ നിയമത്തിലെ ചില അധ്യായങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് കയറണം, നിങ്ങളുടെ അകത്ത് കയറണം. പുതിയ നിയമത്തിലെ ചില അധ്യായങ്ങൾ. 1 2 കൊരിന്ത്യർ ലേഖനം 3, 4 അധ്യായങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 3, 4 അധ്യായങ്ങൾ. ഗലാത്യ ലേഖനം 3, 4 അധ്യായങ്ങൾ. എബ്രായ ലേഖനം 8, 9 അധ്യായങ്ങൾ. ഇങ്ങനെ പ്രധാനമായ 6 അധ്യായങ്ങൾ നിങ്ങളുടെ അകത്ത് പ്രകാശിതമായാൽ നിങ്ങൾക്ക് ന്യൂ കവനന്റിനെ കുറിച്ച് ഒരു വെളിച്ചം നിങ്ങളുടെ അകത്തുണ്ടാകും. ഇനി ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. പഴയ നിയമത്തിനകത്ത് 39 പുസ്തകങ്ങളുണ്ട്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. പഴയ ഉടമ്പടിയുടെ ചരിത്രം, പഴയ ഉടമ്പടിയുടെ ചിത്രം ബൈബിളിൽ നമുക്ക് ഏത് പുസ്തകം മുതൽ ഏത് പുസ്തകം വരെ കിടക്കുന്നു? അല്ലെങ്കിൽ വേണ്ട, എത്ര പുസ്തകത്തിനകത്ത് കിടക്കുന്നു? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പഴയ ഉടമ്പടി എന്ന് പറയുന്നത് മോശയിക ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ ചിത്രം നിങ്ങൾക്ക് എത്ര പുസ്തകത്തിനകത്ത് നിന്ന് ലഭ്യമാണ്? എത്ര പുസ്തകങ്ങൾ പഴയ ഉടമ്പടിയെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു? പെട്ടു. ചോദ്യം ഒന്നും ചോദിക്കരുത് പാസ്റ്ററെ. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ ഇനി പേര് ചോദിക്കണോ? ജോഫിയോട് തന്നെ ചോദിക്കാം. ജോഫി ഇന്നലത്തെ ക്ലാസ് കേട്ടതാണ്. ജോഫി, ഏഞ്ചൽ, ഇവരൊക്കെ പുതിയതായിട്ട് കേൾക്കുന്നവരാണ്. ജെസ്സി സിസ്റ്റർ, ഇന്നലത്തെ ക്ലാസ് കേട്ടവർ, എത്ര പുസ്തകത്തിനകത്ത് പഴയ ഉടമ്പടി അന്തർലീനമായി കിടക്കുന്നു, അല്ലെങ്കിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പുറപ്പാട് 20-ാമത്തെ അധ്യായം. പുറപ്പാട് 20-ാം അധ്യായം. അതിനകത്ത് ഞാനൊരു കുരുക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചോദിച്ചോ. പുറപ്പാട് 20 മുതൽ മത്തായി 26 വരെ. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം, എത്ര പുസ്തകത്തിനകത്ത് ഇതുണ്ട്? പഴയ കവനന്റ് എത്ര പുസ്തകത്തിനകത്തുണ്ട്? ചരിത്രം 39. അതാ ഞാൻ പറഞ്ഞ ഇതിനകത്ത് ഒരു കുരുക്ക് വെച്ചിട്ടുണ്ടെന്ന്. ഏതൊക്കെയാ 39 പുസ്തകം? പഴയ നിയമത്തിനകത്ത് ഉൽപ്പത്തി വിട്ടു, പുതിയ നിയമത്തിനകത്ത് ഏത് ചേർത്തു? നിങ്ങൾ മിണ്ടുന്നേ, പറഞ്ഞു. ഇത് തെറ്റിക്കൊണ്ടൊന്നും കുഴപ്പമില്ല. മത്തായി ചേർത്തു. അപ്പൊ മത്തായി മാത്രം ചേർത്താൽ പോരല്ലോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, മർക്കോസ് ഉണ്ട്, ലൂക്കോസ് ഉണ്ട്, യോഹന്നാനുണ്ട്. അപ്പൊ പുതിയ നിയമത്തിൽ ഇവിടെ ആരോട് ചോദിച്ചാൽ ഇതിങ്ങനെ പറയുള്ളൂ, പേടിക്കണ്ട. അപ്പൊ പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളിലെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ മുഴുവൻ പഴയ കവനന്റിന്റെ അകത്തല്ലേ നിൽക്കുന്നേ? ആണോ? ഞാൻ ഈ 2 കഴിഞ്ഞ ക്ലാസ് എടുത്തപ്പോഴും പറയാത്തൊരു കാര്യം പറഞ്ഞു വരുന്നേ. അപ്പൊ നിങ്ങൾക്ക് പഴയ നിയമത്തിലെ 38 പുസ്തകങ്ങളും പുതിയ നിയമത്തിലെ 4 പുസ്തകങ്ങളിലെ പ്രമുഖമായ ഭാഗങ്ങളും ഏതിനകത്ത് പെട്ടിരിക്കുന്നു? പഴയ കവനന്റിനകത്ത് പെട്ടിരിക്കുന്നു. അപ്പൊ എത്ര പുസ്തകമായി? നിങ്ങൾ പറയാതെ ഞാൻ നിങ്ങളെ വിടുകയില്ല. എന്നാൽ ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കും. 42 പുസ്തകങ്ങളുടെ ചരിത്രം. 42 പുസ്തകങ്ങളിൽ അവസാനത്തെ 4 പുസ്തകങ്ങളിൽ ഒഴിച്ച് ബാക്കി 38 അവസാനത്തെ 4 പുസ്തകങ്ങളിലെ സമാപനത്തിൽ ഒരു 8 അധ്യായം. അപ്പൊ 42 പുസ്തകങ്ങളിൽ ഓൾഡ് കവനന്റ് കിടക്കുകയാണ്. ക്ലിയർ ആയോ? ക്ലിയറായി. കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നത് ഓൾഡ് കവനന്റിനകത്താണ് കേട്ടോ. ഓൾഡ് കവനന്റിന്റെ അകത്താണ് കർത്താവിന്റെ ശുശ്രൂഷ കർത്താവ് നിവർത്തിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പായോ? പഴയ നിയമത്തിലെ പഴയ നിയമ പുസ്തകങ്ങളെല്ലാം പഴയ ഉടമ്പടിയല്ല. ക്ലിയർ ആയോ? പഴയ നിയമ പുസ്തകങ്ങളിലെ 39 പുസ്തകങ്ങളും
പഴയ ഉടമ്പടിക്കകത്തല്ല. ഉടമ്പടിക്കകത്തല്ലാത്തൊരു പുസ്തകം പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകം ഏതിനകത്തല്ല? പഴയ ഉടമ്പടിക്കകത്തല്ല. അപ്പോൾ പഴയ ഉടമ്പടിക്കകത്തല്ല, പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം. ഇനി തിരിച്ചു ചോദിക്കുന്നു, പുതിയ നിയമ പുസ്തകങ്ങൾ എന്ന് പറയുന്ന 27 പുസ്തകങ്ങളിലെ 23 പുസ്തകങ്ങൾ മാത്രമാണ് പൂർണ്ണമായിട്ടും പുതിയ ഉടമ്പടിക്കകത്തുള്ളത്. പ്രാരംഭത്തിലെ 4 പുസ്തകങ്ങളിലെ സമാപന അധ്യായങ്ങൾ മാത്രമല്ലേ പുതിയ ഉടമ്പടിക്കകത്തുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് സംശയം വരുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ മൈക്ക് തുറന്നൊന്നും മിണ്ടുവോ? കാണുമ്പോൾ ചായ മേടിച്ചു തരാം. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കപ്പലിന് മിഠായിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? തെളിഞ്ഞോ? അഞ്ജു സിസ്റ്റർ തെളിഞ്ഞോ? ഇനി വിശദീകരിക്കണോ? ഈ മോളി ജോസഫ് സിസ്റ്റർ മൈക്ക് ഓൺ ചെയ്യുന്നു. അത് ഇങ്ങോട്ട് സംസാരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഓക്കെ 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 അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. എന്തിനാണ് നമ്മൾ ഈ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ പഠിക്കുന്ന ആളുകൾ യുഗങ്ങളോടുള്ള ബന്ധത്തിൽ ഞങ്ങളെയൊക്കെ യുഗങ്ങളുടെ യുഗപഠനം നടത്തിയിട്ടുണ്ട്. യുഗപഠനത്തിനകത്ത് പ്രധാനമായി യുഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട് വേദപുസ്തക കാലഘട്ടങ്ങളെ. അതിനകത്ത് ഏദേന്യ യുഗം, നിഷ്പാപയുഗം, ഇങ്ങനെ പല യുഗങ്ങളുണ്ട്. പൂർവയുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, മഹാപീഡന യുഗം, സഹസ്രാബ്ദ യുഗം, ഇങ്ങനെ ബൈബിളിനകത്തുള്ള യുഗങ്ങളെ പ്രധാനമായിട്ട് പലതാക്കി തിരിച്ചിട്ടുണ്ട്. ബൈബിളിലെ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആദാം മുതൽ മോശ വരെ പൂർവയുഗം എന്നുള്ള വാക്യം നമുക്ക് ആവർത്തനം 4:32 എൻ്റെ ഓർമ്മ. തെറ്റാണെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞു വരാം. അപ്പോൾ ഒന്നാം യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആദാം മുതൽ മോശ വരെയാണ്. രണ്ടാം യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെയാണ്, അല്ലെങ്കിൽ യോഹന്നാൻ വരെയാണ്, യേശുക്രിസ്തു വരെയാണ്. അതിനെ ന്യായപ്രമാണ യുഗം എന്ന പേരിൽ പറയുന്നു. മൂന്നാമത്തെ യുഗം ക്രിസ്തുവിൻ്റെ ക്രൂശ് മുതൽ ക്രിസ്തുവിൻ്റെ രഹസ്യവരവ് വരെയാണ്, രണ്ടാമത്തെ വരവ് വരെയാണ്. നാലാമത്തെ യുഗം 7 വർഷം നീണ്ടു നിൽക്കുന്ന മഹാപീഡനമാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൻ്റെ പകുതിയാണെന്നുള്ളതൊക്കെ പറയുന്നു. അവിടെ നിൽക്കട്ടെ. 7 വർഷം മഹാപീഡന യുഗം. ഒടുവിൽ 1000 ആണ്ട് വാഴ്ച, കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ച. അതിനകത്ത് തന്നെ ആദാം മുതൽ മോശ വരെയുള്ള യുഗത്തെ പിന്നെയും തിരിക്കുന്നുണ്ട്. നിഷ്പാപയുഗം, അതായത് പാപമില്ലാത്ത, ആദാം പാപം ചെയ്യാത്ത കാലഘട്ടം. അപ്പം അങ്ങനെ 6ഉം 7ഉം IPCയുടെ പഠന പുസ്തകത്തിനകത്ത് 8ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ ഞാൻ IPC പഠിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിനകത്ത് 7 യുഗങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഞാൻ ഇങ്ങനെ യുഗപഠനം ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വാക്യങ്ങളടക്കം ഞാൻ പറയാം. ആവർത്തനം 4:32, ലൂക്കോസ് 16:16, 1 കൊരിന്ത്യർ 6:3, അല്ലെങ്കിൽ 6:1 മുതലുള്ള വാക്യങ്ങൾ, വെളിപ്പാട് ദിവസം 20:5, ഇങ്ങനെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? വേണോ? ഇത് അതിൻ്റെ ആവശ്യമുണ്ടോ പറയാൻ? പറയണോ എൻ്റെ കർത്താവ്? എന്നാൽ പിന്നെ ഞാൻ പറയാം. എന്നാൽ പിന്നെ ബൈബിൾ എടുക്കാം. ആവർത്തനം 4:32 ന്യായപ്രമാണ യുഗം, പൂർവയുഗം. ലൂക്കോസ് 16:16 ന്യായപ്രമാണ യുഗം. രണ്ട് കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം, 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, രക്ഷാദിവസം അല്ലെങ്കിൽ സുപ്രസാദകാലം. വെളിപ്പാട് പുസ്തകം 3:10 പരീക്ഷാകാലം. പരീക്ഷാകാലം. വെളിപ്പാട് ദിവസം 20:5 1000 ആണ്ട് വാഴ്ച.
അപ്പോൾ ഒരാൾ എഴുതി, ഒരാൾ വായിച്ചോ. 5 വേഗം വായിച്ചോ. നീനു വായിച്ചോ. കുറെ കാലമായി നീനുവിനെ കണ്ടിട്ട്. ആവർത്തനം 4:32, ആ പൂർവയുഗം, ആ ലൂക്കോസ് 16:6, 16 ന്യായപ്രമാണ യുഗം, ആ 2 കൊരിന്ത്യർ 6:2, ആ സുപ്രസാദകാലം, ആ വെളിപ്പാട് 3:10, ആ മഹാപീഡനകാലം അല്ലെ പരീക്ഷാകാലം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് പരീക്ഷാകാലം എന്നാണ്. ആ പിന്നെ 20:5, ആ 1000 ആണ്ട് വാഴ്ച. ഏത് 20:5? വെളിപ്പാട്. വെളിപ്പാട് 20:5, 1000 ആണ്ട് വാഴ്ച. ഇനി നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും സ്വഭാവത്തിൽ വ്യത്യസ്തരാന്ന് തോന്നിയിട്ടുണ്ടോ? വേഗം റീത്തിയാൻ്റെ തലകുലുക്കി. പഴയ നിയമത്തിലെ ദൈവം, എനിക്ക് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരെ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവരിവിടെ ഉണ്ടല്ലോ അല്ലേ? പറ്റുമെങ്കിൽ ആ വീഡിയോ ഓൺ ചെയ്ത് വന്നാൽ കാണുമ്പോൾ ഞാൻ ജീരകമിഠായി തരാം. എന്നാലെങ്കിലും ഒന്ന് ഓൺ ചെയ്ത് വരുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം പഴയ നിയമം നമ്മൾ വായിക്കുമ്പം യഹോവ ഭയങ്കര യുദ്ധക്കൊതിയനാണ്. യുദ്ധം ചെയ്യുന്നു, ആളുകളെ കൊല്ലുന്നു, തീഷ്ണതയുള്ള ദൈവമാണ്. എന്താ പറയുക, ഇങ്ങനെ പഴയ നിയമത്തിൽ അമാലേക്കരെ അങ്ങ് നിർമൂലനാശം ചെയ്ത് കളയുക, യുദ്ധത്തിൽ കൊള്ള ചെയ്ത് ഭയങ്കര യുദ്ധക്കൊതിയനായൊരു ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാം. ശരിയാണോ ഇത് പറഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓ, അറിയുന്നില്ല. ഓക്കെ. അപ്പോൾ ആളുകൾ, പ്രത്യേകിച്ച് ദൈവവചനത്തിന് വിരോധമായി പ്രസംഗിക്കുന്നവർ പറയുന്നത് പഴയ നിയമത്തിലെ യഹോവ എന്ന ദൈവം ദുഷ്ടനാണ്. യേശു ക്രിസ്തു നല്ല ദൈവമാണ്. യേശു ക്രിസ്തു പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു ക്രിസ്തു സ്നേഹമുള്ളതാണ്. കർത്താവിൻ്റെ സുവിശേഷങ്ങളും എന്താ പറയുക, തിരുവായ്മൊഴികളൊക്കെ നമ്മൾ വായിക്കുമ്പം കർത്താവിൻ്റെ പ്രവൃത്തിയൊക്കെ കർത്താവ് സ്നേഹമാണ്, സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പം ഒരേ ദൈവത്തിന് 2 സ്വഭാവം. പഴയ നിയമത്തിൽ ദൈവത്തിന് ഒരു ക്രൂരതയുടെ സ്വഭാവവും പുതിയ നിയമത്തിൽ ദൈവത്തിന് ഭയങ്കര സ്നേഹത്തിൻ്റെ സ്വഭാവവും തെളിഞ്ഞു നിൽക്കുന്നു എന്ന് വേദപുസ്തകത്തെ വിമർശിക്കുന്ന മറ്റ് ചില മതസ്ഥർ ആക്രോശിച്ച് പറയാറുണ്ട്. യുഗങ്ങൾ പഠിപ്പിക്കുന്നവര് അവർ പറയും അത് ദൈവം ആ യുഗത്തിൽ ആ നിയമത്തിലാണ് പ്രവർത്തിച്ചത്, അതുകൊണ്ടാന്ന് പറയും. സത്യമാണ്. ആ യുഗത്തിൽ ആ നിയമത്തിലാൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ നിങ്ങളുടെ അകത്ത് കവനന്റിന്റെ വെളിപ്പാട് കയറിയാൽ നിങ്ങളുടെ അകത്ത് ഈ കാര്യം മനസ്സിലാവും. കവനന്റിന്റെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറുമ്പോഴാണ് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും രണ്ടുപേരും സ്നേഹമുള്ള ദൈവം. സ്തോത്രം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഞാനിങ്ങനെ സ്നേഹത്തിൽ സന്തോഷത്തിലല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കണേ, അല്ലേ? ഇല്ലേ? ചെറുതായിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ അല്ലേ വർത്താനം പറയുന്നത്. എന്നോട് ആൾക്കാർ പാഷ ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ തനി സ്വഭാവം നിങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ കൊച്ചിന് 2-3 മക്കൾ എനിക്കുണ്ട്. ജോസക്കനെ വിട്, ജോഹന്നയെയോ ജൊനീറ്റയെയോ നിങ്ങളൊരാൾ വന്ന് തൊട്ടു നോക്കിയേ, അപ്പോഴാണ് ഞാൻ ഇരിക്കുന്ന സ്നേഹമൊക്കെ മാറുന്നത്. പിന്നെ എന്നെ കാണുന്നത് വേറൊരു ലെവലിലായിരിക്കും. കൃപ വിട്ടുപോകാതിരിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. അപ്പൊ എന്തുകൊണ്ടാണ് ജൊനീറ്റയെ തൊട്ടാൽ എൻ്റെ ഈ സ്നേഹമൊക്കെ പോകുന്നേ? ഞാൻ ക്രൂരനായതുകൊണ്ടാണോ? അല്ല, ജൊനീറ്റയുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ് എൻ്റെ പ്രകൃതിക്ക് മാറ്റം വരുത്തിയത്. അത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ വരും കേട്ടോ. പഴയ നിയമത്തിൽ മറ്റ് ജാതികളോട് ദൈവം ക്രൂരൻ എന്ന പോലെ ഇടപെടാൻ കാരണം ഇസ്രായേലിനോട് അവർ ഇടപെട്ട ഇടപെടലുകളാണ്. ഇസ്രായേലും ദൈവമായിട്ടൊരു കവനന്റിലേക്ക് വന്നു. ഹലോ, ഇസ്രായേലും ദൈവമായിട്ടൊരു കവനന്റിലേക്ക് വന്നു. ഇനി ഇസ്രായേലിനെ ഒരാൾ തൊട്ടാൽ ആ തൊടുന്നവൻ ദൈവത്തെ തൊടുന്ന പോലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് യഹൂദനെ തൊട്ടപ്പോൾ, ഇസ്രായേലിനെ തൊട്ടപ്പോൾ അവരെ അവസാനിപ്പിക്കാൻ ദൈവം ഇറങ്ങി വന്നത്. കാരണം ഇവരുമായിട്ട് ദൈവത്തിന് ഉടമ്പടിയുണ്ട്. ഉടമ്പടിയിൽ വന്നാൽ ഉടമ്പടിയിൽ വന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഉടമ്പടിക്കകത്ത് വന്ന ദൈവത്തിന്റെ ധാർമ്മികതയാണ്. അപ്പൊ നമുക്ക്
ഉടമ്പടി പഠനം നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവത്തെ ആഴമാക്കി വ്യത്യാസപ്പെടുത്തും. അതുമാത്രമല്ല, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അവകാശങ്ങളും ന്യൂ ടെസ്റ്റ്മെന്റിന്റെ വളർച്ചകളും നിങ്ങളുടെ അകത്ത് കൊണ്ടുവരാൻ പെടും. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഞാൻ ആ ഭാഗം എടുക്കും കേട്ടോ. ആ ഭാഗം നമുക്ക് വിശദമായിട്ട് ഞാൻ ആ ഭാഗം എടുക്കും. ആ ഭാഗത്തിലേക്ക് നമ്മൾ വരും. ഇനി നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ്, ഇതിനകത്ത് നമുക്കപ്പോൾ ഇപ്പോൾ കർത്താവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷയെ വിശേഷതയേറിയ ശുശ്രൂഷ എന്നാണ് എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്. നമുക്കതൊന്ന് വായിച്ച്, എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷത ഒത്തവണ്ണം. അപ്പൊ നോക്കി, അവനോ വിശേഷതയേറിയ, വായിച്ചോ സിസ്റ്റർ, വായിച്ചോ? ആരാ വായിച്ചത്? അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന് മധ്യസ്ഥനാകയാൽ. അപ്പൊ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളുടെ മേൽ സ്ഥാപിക്കപ്പെട്ട ഉടമ്പടി. അപ്പൊ വിശേഷതയേറിയ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ ശുശ്രൂഷയാണ് ഇപ്പോൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചെൻ്റെ കൂടെ വരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധ്യമാകാതെ പോകും കേട്ടോ. വിശേഷതയേറിയ ശുശ്രൂഷയാണ് ഇപ്പോൾ കർത്താവ് ചെയ്യുന്നത്. ഇനി യേശുവിൻ്റെ ജനനം, മരണം, ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ സ്വർഗാരോഹണം, ഇതിനെ 3 ഞാൻ തിരിക്കുകയാണ്. എപ്പോഴാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്? കർത്താവേ, ആരെങ്കിലും ഒന്നും മിണ്ടുവോ? യേശുക്രിസ്തു മരിച്ച് മരണത്തിന് മുമ്പ് പുതിയ ഉടമ്പടി പെസഹയുടെ അന്ന് പ്രഖ്യാപിച്ചു. മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോഴല്ലേ പുതിയ ഉടമ്പടി ഇനാഗ്രേഷൻ നടന്നത്, അതെ, നിയമിക്കപ്പെട്ടത്. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് തൻ്റെ രക്തം വിശുദ്ധാന്തർ മന്ദിരത്തിൽ സ്വർഗത്തിലെ കൃപാസനത്തിൽ തളിച്ച് പുതിയ ഉടമ്പടിയുടെ ഇനാഗ്രേഷൻ നടന്നു. ശരിയായോ? അപ്പോൾ പുതിയ ഉടമ്പടി പ്രഖ്യാപിച്ചത് മരണത്തിന്റെ തലേദിവസം, ഇനാഗ്രേഷൻ നടന്നത് ഉയർത്തെഴുന്നേറ്റ് അന്ന് പ്രഭാതത്തിൽ. കറക്റ്റായോ? കറക്റ്റായി. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 2 ഉടമ്പടികൾ യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിക്കപ്പെട്ടു. അത് ഏത് 2 ഉടമ്പടികളാണ്? പഴയ നിയമത്തിലെ 2 ഉടമ്പടികൾ ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അബ്രഹാമിന്റെ ഉടമ്പടിയും ദാവീദിന്റെ ഉടമ്പടിയും യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സന്തതിയില്ലാത്ത അബ്രഹാമിന്റെ ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. ആ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് ഞാൻ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കുമെന്ന് ദൈവം വാക്ക് പറഞ്ഞ ആ സന്തതി ആരായിരുന്നു? ആരായിരുന്നു? യേശുക്രിസ്തു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനനത്താൽ അബ്രഹാമിനോട് പറഞ്ഞ കവനന്റിനകത്തുള്ള വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടു. അപ്പോൾ യേശുവിന്റെ ജനനം അബ്രഹാമ്യ കവനന്റിന്റെ നിവർത്തി വെളിപ്പെടുകയാണ്. ശ്രദ്ധിച്ചെൻ്റെ കൂടെ വരണം. ഞാൻ എംഫസൈസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ ജനനം അബ്രഹാമിൻ്റെ കവനന്റിന്റെ ഫുൾഫിൽമെന്റ് ആരംഭിക്കുകയാണ്. യേശുവിൻ്റെ മരണ അടക്ക ഉയർപ്പ് പുതിയ നിയമ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പൊ ഇനി ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, എപ്പോഴാണ് ദാവീദ്യ കവനന്റ് നിവർത്തിക്കപ്പെടാൻ തുടങ്ങിയത്?
God is essential. യേശുക്രിസ്തുവിന്റെ സ്വർഗത്തിലേക്കുള്ള സ്വർഗാരോഹണത്തിലൂടെയാണ് ദാവീദ്യ കവനന്റിന്റെ ഫുൾഫിൽമെന്റ് വന്നത്. അപ്പൊ ചിത്രം ഒന്നുകൂടെ തെളിഞ്ഞു. ജനനത്തിൽ അബ്രഹാമ്യ കവനന്റ് നിവർത്തിക്കപ്പെട്ടു. മരണ ഉയർപ്പിലൂടെ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടു. സ്വർഗാരോഹണത്തിലൂടെ അബ്രഹാമ്യ കവനന്റ് നിവർത്തിക്കപ്പെട്ടു. ക്ലിയറായോ? ക്ലിയർ ചിത്രമായോ? ഞാൻ പറഞ്ഞു തെറ്റിയോ? ദാവീദ്യ ഉടമ്പടി, സ്വർഗാരോഹണത്തിലൂടെ ദാവീദ്യ ഉടമ്പടി നിവർത്തിക്കപ്പെട്ടു. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ശ്രദ്ധയൊന്ന് പോയി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാണ്. ഒന്ന് പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ പറഞ്ഞേ. ആരെങ്കിലും ഒരാൾ മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. യേശുവിന്റെ കവനന്റ്, യേശുവിന്റെ മരണ അടക്ക ശുശ്രൂഷ പുതിയ കവനന്റ്, മരണ അടക്ക പുനരുദ്ധാനം. സ്വർഗാരോഹണം ചെയ്തില്ലെങ്കിൽ, അതായത് ഉയർത്തെഴുന്നേറ്റ് അന്ന് രാവിലെ യേശു പറഞ്ഞില്ലേ, മറിയോട് പറഞ്ഞില്ലേ, എന്നെ തുടരുന്നു പറഞ്ഞില്ലേ, ആ യാത്രയിലാണ് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്ന 9-ലോ 10-ലോ വിശുദ്ധാന്തർ മന്ദിരത്തിൽ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യപ്രകാരം താൻ രക്തം പളിച്ചത്. അപ്പോൾ മരണത്താൽ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെടാൻ അവിടെ രക്തം തളിക്കണ്ടേ? പുനരുത്വം. അതുകൊണ്ട് ഞാൻ ആ വാക്ക് പറഞ്ഞു, മരണ അടക്ക പുനരുത്ഥാനത്താൽ. മരണത്തിലാണ് രക്തം ചൊരിഞ്ഞത്, പുനരുത്ഥാനത്തിലാണ് അത് അവിടെ തളിച്ചത്. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ പ്രൊപ്പിസിയേഷൻ എന്ന വിഷയം പഠിക്കണം. പ്രൊപ്പിസിയേഷൻ എന്ന വിഷയം പഠിക്കുമ്പോൾ പ്രൊപ്പിസിയേഷന് യാഗം നടക്കുന്നൊരു സ്ഥലമുണ്ട്, യാഗമൃഗമുണ്ട്, പ്രൊപ്പിസിയേഷൻ നടക്കുന്ന സ്ഥലമുണ്ട്. പ്രൊപ്പിസിയേഷനിൽ യാഗവസ്തുവിനെ യാഗമർപ്പിക്കുന്നത് യാഗപീഠത്തിലാണ്, അത് പ്രാകാരത്തിലാണ്. പ്രാകാരത്തിൽ യാഗവസ്തുവിനെ യാഗമർപ്പിക്കും. പക്ഷെ ആ യാഗവസ്തുവിന്റെ രക്തം മഹാപുരോഹിതൻ വിശുദ്ധാന്തർ മന്ദിരത്തിലുള്ള കൃപാസനത്തിൽ തളിക്കുമ്പോൾ മാത്രമേ പ്രൊപ്പിസിയേഷൻ നിവൃത്തിയാകൂ. പ്രാകാരത്തിൽ യാഗമൃഗം മരിച്ചതുകൊണ്ട് പ്രായശ്ചിത്തം നടക്കുകയില്ല. പ്രായശ്ചിത്തം പൂർത്തിയാകണമെങ്കിൽ അവന്റെ രക്തം കൃപാസനത്തിൽ തളിക്കണം. ഇതുപോലെ നഗരവാതിലിന് പുറത്തു വെച്ച് നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പകരമായി മരിച്ചു. പക്ഷെ യേശുവിന്റെ മരണം കൊണ്ട് പ്രായശ്ചിത്തം നടന്നില്ല. യേശുവിന്റെ മരണം കൊണ്ടല്ല പ്രായശ്ചിത്തം നടന്നത്, ആ മരണത്തിലൂടെ ചൊരിയപ്പെട്ട അവന്റെ രക്തം കൃപാസനത്തിൽ തളിച്ചപ്പോഴാണ് പ്രായശ്ചിത്തം നടക്കുന്നത്. അവിടെയാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ അടയാളമായ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രക്തം അവിടെയാണ് തളിക്കപ്പെട്ടത്. അപ്പോഴാണ് തളിക്കപ്പെട്ടത്. ആ രക്തം ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാൻ വളരെ സിമ്പിളായി നിർത്തി ആവർത്തിച്ച് പറഞ്ഞാണ് പോകുന്നത്. മിണ്ടുന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം ക്ലിയറായോ? ക്ലിയറായി. ഓക്കെ. ഇനി യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് ദാവീദ്യ കവനന്റ് നിവർത്തിക്കപ്പെടുന്നത്. കാരണം ദാവീദ്യ കവനന്റിൽ എന്താ ഉണ്ടാകേണ്ടത്? ദാവീദ് പറഞ്ഞു, നിന്റെ സന്തതി എന്നേക്കും എന്റെ സിംഹാസനത്തിലിരിക്കും. അപ്പൊ ദൈവിക സിംഹാസനത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനെ ക്രിസ്തുവാക്കി വെച്ചത് എപ്പോഴാണ്? നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കുകയില്ല, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞ് പുത്രനെ സിംഹാസനത്തിൽ ഇരുത്തിയത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. യേശുവിന്റെ സ്വർഗാരോഹണത്തിലാണ്. അപ്പൊ ജനനം, ഉയർപ്പ്, സ്വർഗാരോഹണം. ജനനം, ഉയർപ്പ്, സ്വർഗാരോഹണം. സ്തോത്രം. അപ്പം നീനു പറയും, ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടപ്പോൾ ആക്റ്റീവായ ഉടമ്പടി ഏതാണ്? മരണ അടക്ക പുനരുദ്ധാനത്തിൽ ന്യൂ കവനന്റ് ആണ്. അപ്പൊ അതങ്ങ് പറഞ്ഞാൽ മതി. ഉയർത്തെഴുന്നേൽപ്പിൽ എന്ന് പറയുമ്പോൾ മരണ അടക്കം ഞാനങ്ങ് വിട്ടതാ. ഉയർത്തെഴുന്നേൽപ്പിലാണ് സത്യത്തിൽ ന്യൂ കവനന്റ് സ്ഥാപിക്കപ്പെട്ടത്.
സ്വർഗാരോഹണത്തിലാണ് ദാവീദിന്റെ ഉടമ്പടി നിവൃത്തിയാകുന്നത്. ഓക്കെ, അപ്പൊ പിന്നെ അടുത്തും കൂടെ പറഞ്ഞു. ഞാൻ 3 പേരോട് ചോദിക്കാന്ന് വിചാരിച്ചേ, നീനും അങ്ങ് 2 പറഞ്ഞു. അബ്രഹാമി ഉടമ്പടി എപ്പോഴാണ് നിവർത്തിക്കപ്പെട്ടത്? പറഞ്ഞത് നിന്റെ സന്തതി മുഖാന്തരം സകല വംശവും അനുഗ്രഹിക്കപ്പെടും. അത് യേശുക്രിസ്തുവിന്റെ ജനനത്താൽ നിവർത്തിക്കപ്പെട്ടു. ആ ഉടമ്പടി നിവർത്തിക്കപ്പെട്ടു. ഓക്കെ, പഴയ ഉടമ്പടിയിൽ ദൈവം മോശ മുഖാന്തരം പഴയ ഉടമ്പടി സ്ഥാപിച്ചപ്പോൾ ആ ഉടമ്പടിക്കകത്ത് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. ആ ഉടമ്പടിക്കകത്ത് ന്യായപ്രമാണം ഉണ്ടായിരുന്നു, ആലയം ഉണ്ടായിരുന്നു. ആ ഉടമ്പടിക്കകത്ത് പൗരോഹിത്യം ഉണ്ടായിരുന്നു. അപ്പം ന്യായപ്രമാണത്തിലെ പൗരോഹിത്യം പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ മാറിയോ? മാറി. പൗരോഹിത്യം മാറി. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും രാജകീയ പുരോഹിതന്മാരായി തീർന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വംശവുമാകുന്നു. അപ്പൊ നമ്മളെല്ലാവരും ആരാണ്? രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. എന്നാൽ പഴയ നിയമത്തിലായിരുന്നെങ്കിൽ നമുക്ക് അവന് 7 അയൽവക്കത്തേക്ക് അടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നാം എല്ലാവരും ഇപ്പോൾ രാജാക്കന്മാരാണ്, നാം എല്ലാവരും ഇപ്പോൾ പുരോഹിതന്മാരാണ് പുതിയ നിയമത്തിൽ വന്നപ്പോൾ. അപ്പൊ പൗരോഹിത്യം മാറി. 1. 2, ന്യായപ്രമാണം മാറിയോ? പഴയ നിയമത്തിൽ 10 കൽപ്പനകളും 613 ഉപകൽപ്പനകളും ആയിരുന്നു നൽകിയിരുന്നത്. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമുക്ക് കൈമാറി. ഇപ്പോൾ നമ്മിൽ പ്രമാണം പഴയ നിയമത്തിലെ പ്രമാണമല്ല, ന്യായപ്രമാണമല്ല, മറിച്ച് നമ്മളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നത്, നമുക്ക് നൽകിയിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. പഴയ നിയമത്തിലെ പ്രമാണം കൽപ്പനയ്ക്കകത്ത് നൽകിയപ്പോൾ പുതിയ നിയമത്തിനകത്ത് പ്രമാണം വന്നിരിക്കുന്നത് നമ്മുടെ ജീവനിലാണ്, നമ്മുടെ ആത്മാവിലാണ്. ജീവനിലല്ല, നമ്മുടെ ആത്മാവിലാണ്. ആത്മാവിൽ വന്ന് അവന്റെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ് നമുക്ക് പ്രമാണമായി തന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ ഒറ്റ കൽപ്പനയുള്ളൂ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. പഴയ നിയമത്തിനകത്ത് 10 കൽപ്പനകൾ, 613 ഉപകൽപ്പനകൾ, ഇതിനെല്ലാം കൂടെ ഒറ്റ വട്ടത്തിൽ വരച്ചിട്ട് പുതിയ നിയമത്തിൽ വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ ഈ 613 കൽപ്പനകളും അതിനകത്ത് പെടും. ഒരു ആമയം പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടോ. 613 ഉപകൽപ്പനകളും 10 കൽപ്പനകളും ഇസ്രായേൽ മക്കൾ അവർ കൈക്കകത്ത് കൊണ്ടു നടന്നു. ഇതെല്ലാം കൂടെ കർത്താവ് നമ്മുടെ അകത്ത് ഒന്നായി തന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആ ഒറ്റ കൽപ്പനയ്ക്കകത്ത് ഈ കൽപ്പനകളെ മുഴുവൻ കർത്താവാക്കിയിട്ട് ആ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. ആ കൽപ്പന അവന്റെ സ്വഭാവമാണ്. അവന്റെ സ്വഭാവം അവന്റെ ആത്മാവിലുണ്ട്. അവന്റെ ആത്മാവിൽ അവന്റെ ജീവനുണ്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അവന്റെ സ്വഭാവം അവന്റെ ജീവനിലുണ്ട്. പട്ടിക്കകത്ത് പട്ടിയുടെ സ്വഭാവം, പൂച്ചയ്ക്കകത്ത് പൂച്ചയുടെ സ്വഭാവം, പന്നിക്കകത്ത് പന്നിയുടെ സ്വഭാവം. ഇതുപോലെ കർത്താവിന്റെ അകത്ത് അവന്റെ സ്വഭാവമുണ്ട്. ആ സ്വഭാവമുള്ളത് അവന്റെ ആത്മാവിലാണ്, അവന്റെ ജീവനിൽ, അവന്റെ ആത്മാവിൽ. ആ ആത്മാവ്, ആ ജീവൻ ഇപ്പോൾ നമ്മിലേക്ക് പകർന്നിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആ ജീവൻ നമ്മിൽ നിന്ന് ഒഴുകിയാലോ, ആ ജീവൻ നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങിയാലോ, ആ ജീവൻ നമ്മുടെ ബോഡിയിൽ വെളിപ്പെട്ടാലോ, ആ ജീവൻ വിശ്വസിക്കുന്നവരിൽ വ്യാപരിച്ചാലോ, നമ്മുടെ സ്വഭാവം അവന്റെ സ്വഭാവം പോലെയായി മാറും. നമ്മുടെ സ്വഭാവം അവന്റെ സ്വഭാവം പോലെയായി മാറുമ്പോൾ അവന്റെ സ്നേഹം നമ്മുടെ അകത്ത് നിറയും. സ്നേഹം നമ്മുടെ അകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ, പുത്രന്റെ സ്നേഹം നമ്മുടെ അകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തിന്റെ പുറകെ പോകുമോ? പുത്രന്റെ സ്വഭാവം നമ്മുടെ അകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ 10 കൽപ്പനയിൽ ഏത് കൽപ്പന നമ്മൾ വിട്ടേച്ചു പോകും? ഒരു കൽപ്പനയും നമ്മൾ തെറ്റിക്കുകയില്ല. കാരണം സ്നേഹത്തിലേക്ക് വന്നാൽ എല്ലാ കൽപ്പനകളും നമ്മുടെ സ്വഭാവമായി മാറും. നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. കൽപ്പനയായി നിൽക്കുമ്പോൾ ഭാരമാണ്. നമ്മൾ മക്കളോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ അവർക്കത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോകും. ശരിയല്ലേ? നമ്മുടെ മക്കളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ അങ്ങോട്ട് പോകും. പക്ഷേ എൻ്റെ ജീവൻ അവരുടെ അകത്തേക്ക് പകർന്ന്
എൻ്റെ സ്വഭാവം അവരകത്തേക്ക് പകർന്നാലോ? പിന്നെ അവർക്ക് എന്നെ അനുസരിക്കുന്നത് ഭാരമല്ല, അവർക്ക് ആസ്വാദനമായി മാറും. ദൈവ സ്വഭാവം നമ്മുടെ ആസ്വാദനമായി മാറും. അത് അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല, ഞാൻ തിരിച്ചു വരിക. മനസ്സിലാകുന്നു എനിക്കറിയില്ല, അതുകൊണ്ട് കരുത പറഞ്ഞത് എൻ്റെ നുകം ലഘുവാണ്, എൻ്റെ നുകം ലഘുവാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നത്തേതിലവിടേക്ക് വരാം. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരാംശം, പുതിയ ഉടമ്പടിയുടെ ചിത്രം തരികയായിരുന്നു. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാലാണ് പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്. ഇനി നമ്മൾ ഇന്നലെ 6 ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ആദാമ്യ ഉടമ്പടിയെക്കുറിച്ച് നമുക്ക് രേഖകൾ വിശദമായിട്ട് കിട്ടിയിട്ടില്ല. ബാക്കി 5 ഉടമ്പടി, അതിനകത്ത് പഴയ നിയമത്തിനകത്തുള്ള നോഹൈക, അബ്രഹാമ്യ, മോശൈക, ദാവീദ്യ ഉടമ്പടികൾ ഞാൻ ഇന്നലെ പറഞ്ഞു 3 ടൈപ്പ് ഉണ്ട്. ഗ്രാൻഡ് കവനൻ്റ് ഉണ്ട്, കിൻഷിപ്പ് കവനൻ്റ് ഉണ്ട്, വാസൽ കവനൻ്റ് ഉണ്ട്. അത് ഇന്നലെ പറഞ്ഞതാണ്. ഇതിനകത്ത് എനിക്കൊരു സംശയമുള്ളത്, ഈ 5 ഉടമ്പടികളിൽ, അതായത് പുതിയ ഉടമ്പടി വിട്, ബാക്കി 4 ഉടമ്പടികളിൽ ഏത് ഉടമ്പടികളാണ് ഗ്രാൻഡ് കവനൻ്റ് ഉള്ളത്? എത്ര ഉടമ്പടി ഗ്രാൻഡ് കവനൻ്റ് ഉണ്ട്? അത് ഏതൊക്കെയാണ്? ഗ്രാൻഡ് ഉടമ്പടിയുടെ പ്രത്യേകത ഞാൻ ഇന്നലെ പറഞ്ഞു, ഉയർന്നവൻ താഴ്ന്നവനോട് ചെയ്യുന്നതാണ്. അതിനകത്ത് നിബന്ധനകളില്ല. അപ്പോൾ പഴയ നിയമത്തിലെ ഈ ഉടമ്പടികൾ എത്ര എണ്ണം ഗ്രാൻഡ് കവനൻ്റ് ഉണ്ട്? മിണ്ടുന്നില്ല. പഴയ നിയമത്തിൽ 4 ഉടമ്പടികളാണുള്ളത്. 5-മത്തേതാണ് പുതിയ ഉടമ്പടി. ആദാമി ഉടമ്പടി അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിനകത്തേക്ക് രേഖകളൊന്നും ലഭ്യമല്ല. അപ്പൊ പഴയ ഉടമ്പടിയിലുള്ള ഈ 4 എണ്ണത്തിൽ, പഴയ നിയമ പുസ്തകങ്ങളിലുള്ള 4 ഉടമ്പടിയിൽ ഗ്രാൻഡ് കവനൻ്റ് എത്ര ഉണ്ട്? 3 എണ്ണം. ഏതൊക്കെ? ഡേവിഡ്, പിന്നെ എനിക്ക് കേൾക്കുന്നില്ല, തിരിഞ്ഞു കേൾക്കുന്നില്ല. മോശയ്ക്ക് എന്താ പറഞ്ഞേ? അത് ഗ്രാൻഡ് ആണ്. ഗ്രാൻഡ് കവനൻ്റ് എത്ര ഉണ്ട്? അത് ഏതാന്ന് ഞാൻ ചോദിച്ചേ. 3. ഏതൊക്കെയാണ്? ആദാമും നോഹയും അബ്രഹാമിനും. അല്ല, ആദാം വിട്. ആദാമിനെ കുറിച്ച് നമുക്ക് രേഖകൾ വിശദമായിട്ട് കിട്ടാത്തതുകൊണ്ട് ആദാം നമുക്ക് ഗ്രാൻഡ് കവനൻ്റിൽ തന്നെ പെടുത്തേണ്ടി വരും. ബാക്കിയുള്ള 4 കവനന്റിനകത്ത് നോഹൈക, അബ്രഹാമ്യ, മോശൈക, ദാവീദ് ഉടമ്പടിയിൽ ഗ്രാൻഡ് കവനന്റ് ഏതൊക്കെയാണ്? നോഹ, അബ്രഹാം, മോശ. നോഹ, അബ്രഹാം, മോശ ഇസ്രായേലിനോട് മുഖാന്തരം. നോഹ, അബ്രഹാം, ദാവീദ്, ഈ 3 ഉടമ്പടികളിലും തിരിച്ച് അങ്ങോട്ട് പ്രതികരണമായിട്ട് അല്ലെങ്കിൽ നിയമം ചെയ്യാൻ പറഞ്ഞ് ചെയ്തതല്ല. ഉയർന്നവൻ താഴ്ന്നവനോട് ചെയ്യുന്ന പ്രഖ്യാപനമാണ് ഈ 3 ഉടമ്പടികളിലും. നോഹൈക ഉടമ്പടിയിലും, അബ്രഹാമി ഉടമ്പടിയിലും, ദാവീദ് ഉടമ്പടിയിലും. ശ്രദ്ധിച്ച് വരണം കേട്ടോ. ഞാൻ ഈ ബേസ് പറയുന്നത് ഇവിടെ നിന്ന് വേണം നമുക്ക് പുതിയ ഉടമ്പടി പഠിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി മനസ്സിലാകില്ല. ഓക്കെ, അപ്പൊ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ് നമ്മൾ കാണുന്നേ. പുതിയ ഉടമ്പടിയും സത്യത്തിൽ ഒരു ഗ്രാൻഡ് കവനന്റ് ആണ്. പിതാവും പുത്രനും കൂടെ, പിതാവ് പുത്രനിലൂടെ ഇസ്രായേലിനകത്തോട് ചെയ്ത ഉടമ്പടിയാണ് പുതിയ ഉടമ്പടി. നമ്മൾ അതിൻ്റെ അവകാശികളാണ്. ഈ ബോധം വന്നാൽ നിങ്ങളുടെ എഫർട്ട് കുറയും. മറ്റേത് നിങ്ങൾ ഈ ഉടമ്പടിയിലൂടെ ദൈവം പറഞ്ഞ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ഗ്ലോറി റിലങ്ങളും
വാഗ്ദത്തങ്ങളും അനുഭവിക്കാൻ നിങ്ങൾ കിടന്ന് യുദ്ധം ചെയ്യുകയാണ്. ഇത് പറഞ്ഞു വരാനാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്തും ദൈവത്തിന്റെ മഹത്വത്താൽ തുറന്നു വരുന്ന ഗ്ലോറിയിലത്തിലെ മുഴുവൻ അവകാശങ്ങളും മുഴുവൻ വാഗ്ദത്തങ്ങളും നിങ്ങളുടെ പ്രയത്നത്താൽ അല്ല നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. ഇത് ഉടമ്പടി ചെയ്തവന്റെ വിശ്വസ്തതയാൽ, അവനിൽ നിങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസത്താൽ നിങ്ങളുടെ അവകാശങ്ങളും അനുഭവങ്ങളുമായി മാറാൻ പോവുകയാണ്. ഒരു ആമേൻ പറയാൻ പറ്റണം നമുക്കിവിടെ. ഉടമ്പടിയുടെ അവകാശങ്ങൾ അനുഭവിപ്പാൻ നമ്മെ അവൻ യോഗ്യരാക്കി മാറ്റി. നമ്മുടെ അവകാശമാണത്. നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്. ഇന്നലെ ഇല്ലാത്തവരത് ശ്രദ്ധിക്കുക. നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്. നമ്മളോടല്ല കേട്ടോ അവൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ 3 ഉടമ്പടികൾ പറഞ്ഞു. അബ്രഹാമ്യ, നോഹൈക, ദാവീദി ഉടമ്പടികൾ ഗ്രാൻഡ് കവനൻ്റ് ആണ്. ഇനി മോശൈക കവനന്റിലേക്ക് വന്നാൽ അത് കിൻഷിപ്പുമാണ്, അത് വാസലുമാണ്. രണ്ടും കൂടെ മിക്സായി പോയ കവനന്റാണത്. കേൾക്കണം കേട്ടോ, രണ്ടും കൂടെ മിക്സായി പോയി. മോസസ് കവനന്റ് ആരംഭിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ തുടങ്ങുന്നത് ഗ്രാൻഡിലാണെങ്കിലും പിന്നത്തേവിൽ അവരവ് ചെയ്തോളാമെന്ന് പറഞ്ഞപ്പോൾ അത് കിൻഷിപ്പിലേക്ക് പോയി. പിന്നത്തേവിൽ അത് വാസലിലേക്ക് പോയി. സത്യത്തിൽ 3ഉം കൂടെ മിക്സായ കവനന്റാണ് മോശൈക കവനന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവം അതിനെ അങ്ങ് നീക്കിക്കളഞ്ഞു. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, പഴയ ഉടമ്പടിയെ നീക്കിക്കളഞ്ഞു, പഴയ നിയമത്തെ നീക്കിക്കളഞ്ഞു എന്ന് എബ്രായ ലേഖനത്തിൽ വായിച്ച വാക്യം വെച്ചുകൊണ്ട് പഴയ നിയമം ആവശ്യമില്ലെന്ന് പറഞ്ഞ പ്രസംഗകരുടെ ശബ്ദം ഞാൻ എൻ്റെ ചെവിക്കകത്ത് റെക്കോർഡ് ക്ലിപ്പായി കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തെയല്ല കർത്താവ് മാറ്റിയത്, പഴയ ഉടമ്പടിയാണ് കർത്താവ് മാറ്റിയത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, പഴയ നിയമത്തെയല്ല മാറ്റിയത്, പഴയ ഉടമ്പടിയാണ് മാറ്റിയത്. എന്നിട്ട് നമ്മെ കർത്താവ് പുതിയ ഉടമ്പടിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പുതിയ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന നമുക്ക് ലഭ്യമായിരിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ പറയും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെയും ന്യൂ കവനന്റ് വിശ്വസിക്കുന്നവർക്ക് തന്നിരിക്കുന്ന പുസ്തകമാണ്. 66 പുസ്തകത്തിലും പുതിയ ഉടമ്പടിയുടെ വെളിച്ചമുണ്ട്. പക്ഷെ അതിന് ഞാനിപ്പോൾ ഒരു കണ്ണട വെച്ചിട്ടുണ്ട്. ഈ കണ്ണട നിങ്ങൾ കാണാമല്ലേ, കണ്ണട ഊരിക്കഴിഞ്ഞാൽ എനിക്കിവിടെ എഴുതിയിരിക്കുന്നത് കുറേശ്ശെ വായിക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി വലുപ്പമുള്ളവർ വായിക്കാം, ബൈബിൾ എനിക്ക് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ന്യൂ കവനന്റിന്റെ കണ്ണട വെച്ചുകൊണ്ട് നിങ്ങൾ 66 പുസ്തകം വായിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര മനോഹരത്വമാണ് ബൈബിൾ, ഭയങ്കര ശ്രേഷ്ഠകരമാണ് ബൈബിൾ. 66 പുസ്തകത്തിലും ഇറങ്ങി നിൽക്കുന്നത് സ്നേഹവാനായ ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കവനന്റ് തിയോളജിയിൽ അല്ലെങ്കിൽ ന്യൂ കവനന്റ് പഠനത്തിൽ നമ്മൾ നമ്മുടെ പഠനം ആരംഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ നിന്നാണ്. ക്രൂശിന്റെ മരണ അടക്ക വെളിപ്പാടിൽ കൂടെയാണ് നാം തിരുവചനത്തിന്റെ പഠനം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് നാം ലേഖനങ്ങളെങ്കിലും വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ജ്ഞാനം യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ വെളിപ്പെട്ടു. എഫെസ്യ ലേഖനത്തിലെ വാക്യത്തിലേക്ക് നിങ്ങൾ വന്നേ. എഫെസ്യ ലേഖനത്തിൽ വാക്യമുണ്ട്, 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. വേഗം വായിച്ചു, സമയം കളയണ്ട. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ അധികാരങ്ങൾക്കും ദൈവ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. നീനത് വായിച്ചപ്പോ ഇടയിൽ ഒന്ന് കട്ടായി പോയി. ഒന്നും കൂടെ വായിച്ചു. അത് ഒന്നുകൂടെ വായിച്ചു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം
സഭ മുഖാന്തരം വെളിപ്പെട്ടു വരുന്നു. എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വരണം. അപ്പോൾ യേശുക്രിസ്തുവിൽ നിവർത്തിച്ചത് എന്താണ്? യേശുക്രിസ്തുവിൽ നിവർത്തിച്ചത് പുതിയ ഉടമ്പടിയാണ്, ന്യൂ കവനന്റ് ആണ്. അപ്പൊ ആദാമ്യ പാപത്താൽ വഞ്ചകനായ പിശാചിന്റെ ചതിക്കകത്തുപെട്ട് ആദാമ്യ പാപത്താൽ മാനവകുലം അനുഭവിച്ച സകലതിനും യേശുവിന്റെ ക്രൂശ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവൻ സ്ഥാപിച്ച പുതിയ ഉടമ്പടിയാൽ നമുക്ക് മഹത്വകരമായ ഗ്ലോറി റിലത്തിലെ അവകാശങ്ങൾ മുഴുവൻ നമുക്കവൻ അവകാശമായി തന്നിരിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമായിരുന്നു. തേജസ് നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ഫെല്ലോഷിപ്പ്, മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ മഹത്വം, ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരുമായിരുന്നു ഏദൻ തോട്ടത്തിൽ. ആ ഫെല്ലോഷിപ്പാണ് പാപത്താൽ പിശാച് പൊളിച്ചത്. ആ തോട്ടത്തിൽ ദൈവത്തിന്റെ പ്രൊവിഷൻ, മനുഷ്യന് വേണ്ടി ദൈവം കരുതിയ പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഫെല്ലോഷിപ്പ് ഉണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു, പ്രൊവിഷൻ ഉണ്ടായിരുന്നു, വളർച്ചയുണ്ടായിരുന്നു, ദൈവിക ഡെസ്റ്റിനി ഉണ്ടായിരുന്നു. പിശാചേ, നീ ഇതെല്ലാം പൊളിച്ചെങ്കിൽ കാൽവറിയിൽ എൻ്റെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ നിനക്ക് തൊടാൻ പറ്റാത്ത അവകാശങ്ങളും അധികാരങ്ങളുമാണ് അവൻ എനിക്ക് തന്നത്. ഇങ്ങോട്ട് ഇറങ്ങി വന്നവല്ലേ നീ പൊളിച്ചവ? യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ പുതിയ ഉടമ്പടിയുടെ ഇനാഗുറേഷൻ നടന്നതിനാൽ അവനിപ്പോൾ എന്നിലും ഞാനിപ്പോൾ അവനിലുമാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ കൂടെ വരുന്നുണ്ട്. ഞാൻ ന്യൂ കവനന്റിലേക്ക് വരിക. യേശു മരിച്ചു എന്ന് രാത്രി എന്താ പറഞ്ഞത്? ഇത് എൻ്റെ ശരീരം. അപ്പം എടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ ശരീരം, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞ അപ്പമെടുത്ത് വാഴ്ത്തിയ ശരീരം അവരിലേക്ക് കൈമാറി. കർത്താവ് പറഞ്ഞു, എൻ്റെ അപ്പം എൻ്റെ മാംസത്തിൻ്റെയും എൻ്റെ രക്തം കുടിക്കുന്നതിൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. അപ്പോൾ ശരീരത്തിന്റെ കൈമാറ്റം, ജീവന്റെ കൈമാറ്റം, രാജ്യത്തിന്റെ കൈമാറ്റം യേശു ഉയർത്തെഴുന്നേറ്റ പെസഹയുടെ അന്ന് രാത്രി നടന്നു. അപ്പോൾ അവനെ നമ്മിലേക്ക് കൈമാറി. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടപ്പോഴോ നിങ്ങളിപ്പോൾ അവനിലാണ്. അവനിപ്പോൾ എവിടെയാണ്? അവനിപ്പോൾ ഹെവനിലാണ്. അവനിപ്പോൾ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായ പ്രകാരം 2 ഫേസ് അവിടെ പറയുന്നു. ഒന്ന്, അവനിപ്പോൾ സ്വർഗത്തിലാണ്, നിങ്ങളിപ്പോൾ അവന്റെ അകത്താണ്. 2, അവനിപ്പോൾ നിങ്ങളുടെ അകത്താണ്. ദുഷ്ടപിശാചേ, നിനക്ക് തൊടാൻ പറ്റാത്ത ഒരു ഫെല്ലോഷിപ്പാണ് യേശുവിൻ്റെ മരണ അടക്ക ഉയർത്തെഴുന്നേൽപ്പിലെ വിശ്വാസത്താൽ ഞങ്ങൾക്ക് സൗജന്യമായി ലഭ്യമായത്. ഏദൻ തോട്ടത്തിൽ എല്ലാ ദിവസവും വൈകിയ സമയത്ത് യഹോവ ഇറങ്ങി വരുമായിരുന്നു. പുതിയ നിയമത്തിൽ എപ്പോൾ ഫെല്ലോഷിപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നവർ ഇറങ്ങി വരുന്ന യഹോവയല്ല, എപ്പോൾ ഫെല്ലോഷിപ്പ് വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതുകൊണ്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കണമെന്ന് ധൈര്യത്തോടെ നിങ്ങൾക്ക് കൃപാസനത്തിന്റെ അടുക്കലേക്ക് അടുത്തിയെല്ലാം. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ധൈര്യത്തോടെ നിങ്ങൾക്ക് കൃപാസനത്തിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ, മഹത്വത്തിലേക്ക്, ഗ്ലോറി റിലത്തിലേക്ക്, ഏഞ്ചലിക് റിലത്തിലേക്ക്, ഹെവൻ ത്രോണിലേക്ക് നിങ്ങൾക്ക് അടുത്ത് ചെല്ലാനുള്ള വാതിൽ ഓപ്പൺ ആണ്. ന്യൂ ടെസ്റ്റ്മെന്റിൽ പരിശുദ്ധാത്മാവ് അത് തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പുതിയ നിയമ ശുശ്രൂഷ ഈ ഹെവനിൽ തുറന്നു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമായി വെച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് പകർത്തുന്നതാണ്. കൃപ നമ്മൾ വായിച്ചു തുടങ്ങിയത് 2 കൊരിന്ത്യർ 3-ാം അധ്യായമാണല്ലോ. നിങ്ങൾ ആ അധ്യായത്തിലേക്ക് തന്നെ വന്നേ. 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് നമ്മൾ പറഞ്ഞത്. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാരാകാൻ പ്രാപ്തരാക്കി. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. 2 കൊരിന്ത്യർ 3-6. ഇനി നിങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലേക്ക് വന്നേ. 3:2. അപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ മഹിമ അവിടെ കാണാം.
ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഒന്ന് വായിച്ചു സിസ്റ്റർ, ബാക്കി എല്ലാവരും ഒന്ന് കണ്ടോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി ആ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അടുത്ത വാക്ക്. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ന്യൂ കവനന്റിന്റെ ശുശ്രൂഷയിൽ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവാത്മാവ് മഷി കൊണ്ടല്ല, ആത്മാവിനാൽ, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ ചിലത് എഴുതി ചേർക്കുന്നുണ്ടോ? പഴയ നിയമത്തിൽ 10 കൽപ്പനയ്ക്കകത്താണ് എഴുതി കൊടുത്തത്. ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട എന്ന് പറയുമാറ് ഇസ്രായേൽ ജനം പേടിക്കുമാറ് ഇവരെല്ലാം മുമ്പിൽ ഈ ജൂയിഷ് ചരിത്രകാരനായ യോസീഫസിന്റെ പുസ്തകം വായിച്ചാൽ അതിനകത്ത് ഇസ്രായേൽ മക്കൾ 30 ലക്ഷം ഇസ്രായേൽ മക്കൾ താഴ്വാരത്തിൽ നിൽക്കുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ നിൽക്കുന്ന മോശയുടെ അടുക്കൽ വന്ന് യഹോവയാം ദൈവം പറയുന്നില്ലേ, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. അപ്പൊ അത് ദൈവം അവിടെ പറഞ്ഞ് കൽപ്പനയിൽ എഴുതുന്നതിന് മുമ്പ് ഓരോ വ്യക്തികളുടെ മുമ്പിലും തീജ്വാലക്കകത്ത് ഇങ്ങനെ വന്ന് ദൈവം എഴുതിയെന്ന്, ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് ഓരോരുത്തരുടെ മുമ്പിൽ എഴുതിയ ശേഷം അത് ഒരുമിച്ച് പർവ്വതത്തിലെ കൽപ്പലകയിൽ എഴുതിയതാണെന്ന് ജോസീഫസ് പറയുന്നു. അങ്ങനെ കൽപ്പലകയ്ക്കകത്താണ് പഴയ നിയമം എഴുതിയത്. എന്നാൽ പുതിയ നിയമത്തിന്റെ പ്രത്യേകത ഇത് കൽപ്പലകയിലല്ല, ഇത് തീ കൊണ്ടല്ല, ഇത് മഷി കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുകയാണ്. ഇപ്പൊ പുതിയ നിയമ ശുശ്രൂഷ നിങ്ങളിലേക്ക് ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർക്കുന്നതാണ്. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ നിയമം എന്താണ്? പിതാവ് നിങ്ങളെ സ്നേഹിച്ചതുപോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുക. അപ്പൊ ദൈവസ്നേഹമല്ലേ പുതിയ നിയമത്തിന്റെ ഏക കൽപ്പന എന്ന് പറയുന്നത്? അതെന്താണ് അപ്പോൾ അവൻ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കുന്നത്? അത് അവന്റെ സ്വഭാവമല്ലേ അവൻ നമ്മിലേക്ക് പകരുന്നത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? അവന്റെ സ്വഭാവം നിങ്ങളിലേക്ക് എങ്ങനെയാ പകരുന്നത്? അവന്റെ സ്നേഹം നിങ്ങളിലേക്ക് എങ്ങനെയാ പകരുന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കണ്ടോ? അപ്പൊ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. എന്തിനാൽ? ദൈവാത്മാവിനാൽ എന്ന് റോമർ 8:5 പറയുന്നു. താഴേക്ക് പഠിച്ചു വരുമ്പോൾ അറിയാം അത് അവന്റെ ജീവനാലാണെന്ന്. അർത്ഥാൽ ന്യൂ കവനന്റ് മിനിസ്ട്രി നമ്മുടെ സ്വഭാവത്തെ അവന്റെ സ്വഭാവമാക്കി മാറ്റി നമ്മെ അവനെ പോലെ ആക്കി മാറ്റുന്നതാണ്. സ്തോത്രം. ഇത് പറയാൻ ഞാൻ കുറേ വഴികളിൽ കൂടെ യാത്ര ചെയ്തു വന്നു. നിങ്ങൾക്ക് 24 മണിക്കൂറും ഗ്ലോറി റിലത്തിൽ ജീവിക്കാം. 24 മണിക്കൂർ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ഇന്റിമസിയിൽ ജീവിക്കാം. ഇതാ ശുശ്രൂഷ. പഠനങ്ങൾ, പുസ്തകങ്ങൾ, പരതിയുള്ള പഠനങ്ങൾ ഇറക്കുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. വിഷയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് കേൾവിക്കാരെ പ്രകമ്പനം കൊള്ളിക്കുന്നതല്ല പുതിയ നിയമ ശുശ്രൂഷ. പുതിയ നിയമ ശുശ്രൂഷ നമ്മിലേക്ക് അവന്റെ സ്വഭാവത്തെയും അവന്റെ സ്നേഹത്തെയും പകർത്തുന്നതാണ്. അത് പകരുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഭയങ്കര ഇന്റിമസി വരും ദൈവമായിട്ട്. നിങ്ങൾ മറ്റൊന്നിനെ കുറിച്ചും ആഗ്രഹമില്ലാതാകും. നിങ്ങളകത്ത് ഈ ദൈവവചനങ്ങൾ പഠനങ്ങൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഈ പഠനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ഇങ്ങനെ കർത്താവിൻ്റെ അടുക്കൽ മാത്രം ഇരുന്നാൽ മതി എന്ന് തോന്നാറുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ആ ഭാവത്തെ നിങ്ങൾ വളർത്തിയെടുത്താൽ നിങ്ങളിലൂടെ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ തുറക്കാൻ തുടങ്ങും. സാന്നിധ്യത്തിന്, ഇന്റിമസിക്ക് ആരൊക്കെ പ്രാധാന്യത കൊടുത്തിട്ടുണ്ടോ അവരിലൊക്കെ ക്രിയേറ്റീവ് മിറക്കിളുകൾ തുറക്കുന്ന മിനിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഉപദേശപരമായ എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും എല്ലാം ഉൾക്കൊള്ളുന്ന ആളല്ല ഞാൻ.
പക്ഷെ വ്യക്തികളുമായിട്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. നല്ലൊരു കാര്യം ഒരാളിൽ കണ്ട ഞാനത് നല്ലതാന്ന് പറയുന്നയാളാണ്. അതുകൊണ്ട് ആ വ്യക്തി ചെയ്ത എല്ലാ കാര്യവും പഠിപ്പിച്ച എല്ലാ കാര്യവും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാതറിൻ കുൽമാനെ കുറിച്ച് ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ കണ്ടത് ഇൻറ്റിമസിക്ക് ഭയങ്കര പ്രാധാന്യത കൊടുത്ത സഹോദരിയായിരുന്നു. ആ സഹോദരി ദൈവമായിട്ടുള്ള ഇൻറ്റിമസിക്ക് മെച്ചം, തൻ്റെ വേഷവിധാനങ്ങളും ഒക്കെ ഭയങ്കര വിമർശനങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ആർക്കും എതിര് പറയാൻ കഴിയാതെ വണ്ണമുള്ള പ്രത്യക്ഷമായ ക്രിയേറ്റീവ് മിറക്കിളുകൾ തുറക്കാൻ ദൈവം ആ സഹോദരി ഉപയോഗിച്ചു എന്ന് ചരിത്രം പറയുന്നു. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഈ സഹോദരി ഭയങ്കരമായിട്ട് മുറിവുകൾ അനുഭവിച്ച സഹോദരിയാണ് കേട്ടോ ഈ കാതറിൻ. അപ്പം നിങ്ങളുടെ മുറിവുകൾ, ചിലരുടെ മുറിവുകൾ എത്ര പ്രാർത്ഥിച്ചാലും മാറുന്നില്ല. ആർക്കും മാറ്റാൻ കഴിയാത്ത മുറിവുകളുടെ അകത്താണ് ചിലർ കിടക്കുന്നത്. മുറിവുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മുറിവുകളുടെ അകത്തുനിന്ന് പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് തലവല്ലി ചാവണ്ട. ചില മുറിവുകൾ ദൈവം നിലനിർത്തിയിരിക്കുന്നത് ആ മുറിവുകളുടെ അകത്ത് നീ ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിൽ അവനോട് ചേർന്നിരിക്കാനാണ്. നീ അവനുമായിട്ട് ചേർന്നിരിക്കാൻ തുടങ്ങിയാൽ നീ വിചാരിക്കാത്ത, ആരും വിചാരിക്കാത്ത സമയത്ത് നിന്നിലൂടെ കർത്താവ് ഇതുവരെ ആർക്കും തുറക്കാൻ കഴിയാത്ത അടുത്ത ഒരു മിനിസ്ട്രി കർത്താവ് തുറക്കാൻ തുടങ്ങും. ഒരു ആമേൻ പറയാൻ കരുത്തുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു, കരുത്തുണ്ടെങ്കിൽ ആമേൻ. ചിലതെല്ലാം കർത്താവ് മാറ്റിവെക്കാതെ, മാറ്റിക്കളയാതെ തുടരാൻ അനുവദിക്കുന്നത് നിന്റെ കർത്താവിന് പണിപെടുത്ത് വിശ്വസിക്കാൻ കഴിയാത്ത തലത്തിൽ ഉപയോഗിക്കാനാണ്. അങ്ങനെ കർത്താവ് ഈ ചരിത്രത്തിൽ ക്രിയേറ്റീവ് മിറക്കിളുകൾ തുറക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകരെ കർത്താവ് ഇൻറ്റിമസിയിൽ വളർത്തിയെടുത്ത് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. അതാണ് ഈ ഉണർവെന്ന് പറയുന്നത്. അതിനെയാണ് ഈ ഉണർവെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ന്യൂ കവനന്റിന്റെ പ്രത്യേകത ഇത് 24 മണിക്കൂർ നിങ്ങളെ കൃപാസനത്തിൽ ഹെവൻ ത്രോണിൽ നിങ്ങളെ ഇരുത്തുന്നതാണ്. ആ വെളിപ്പാടിൽ നിങ്ങളെ നിറയ്ക്കുന്നതാണ്. അവിടെ നിൽക്കട്ടെ, ഞാനിതിൻ്റെ അടിസ്ഥാനമൊന്ന് പറഞ്ഞു വന്നതാണ്. ഇതിനെ ഒന്ന് ഞാൻ തിരിച്ചിട്ടതാണ്. ഞാൻ ഇനി എനിക്ക് പറയാനുള്ളത് പഴയ നിയമത്തിലെ ഉടമ്പടികളുടെ ചിത്രം ഒന്ന് തിരിച്ചിടുകയാണ്. അബ്രഹാമിയ കവനന്റ്, നോഹയെ കവനന്റ്. നോഹയുള്ള കവനന്റ് ദൈവം കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോടുള്ള കവനന്റിനെ ഉറപ്പിക്കും. ദൈവം നോഹയോട് ഉടമ്പടി ഉറപ്പിച്ചപ്പം വേണ്ട, നമുക്ക് ഉടമ്പടിയുടെ ക്രോഡീകരണം ഒന്ന് പറഞ്ഞ ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ബൈബിൾ ക്രോഡീകരിച്ചിരിക്കുന്നത് തന്നെ ഉടമ്പടികളോടുള്ള ബന്ധത്തിലാണ്. ആദ്യത്തെ 3 അധ്യായങ്ങളിലല്ലേ നമുക്ക് ആദാമിൻ്റെ ചരിത്രം കിട്ടുന്നത്. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ, അല്ലെങ്കിൽ 3-4 പിടിച്ചു, 3-ാം അധ്യായം കൂടെ ഏതും തൊട്ട് നിന്ന് ആദാമിനെ പുറത്താക്കുന്നു. ആദാമ്യ കവനന്റ്. 6-ാം അധ്യായത്തിലാണ് നോഹയുടെ കാലഘട്ടം വരുന്നത്. 6 മുതൽ 11 വരെ നോഹൈക കവനന്റ്, നോഹയുടെ ചരിത്രം. 6-ലും 9-ലും കവനന്റ് ഉറപ്പിക്കുന്നു. അബ്രഹാമ്യ കവനന്റ് ഉൽപ്പത്തി 12 മുതൽ നിരന്നു നിൽക്കുകയാണ്. പുറപ്പാട് 20 വരെ അത് മാത്രമാണുള്ളത്. അതിൻ്റെ നിവർത്തി അവിടെയല്ല കേട്ടോ, പുതിയ സഭയിലാണ് വെളിപ്പെടുന്നത്. പുത്തനാം യെരൂശലേമിലുണ്ട്, ദൈവരാജ്യത്തിൽ അത് നിവർത്തിക്കപ്പെടുന്നു. അപ്പോൾ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം മുതൽ മോശൈക കവനന്റിന്റെ ചിത്രം വെളിപ്പെട്ട് വരുന്നു. മത്തായി 26 വരെ, അല്ലെങ്കിൽ യോഹന്നാൻ 19 വരെ. ദാവീദ് ഉടമ്പടി 1-2 ശമൂവേൽ, 1-2 രാജാക്കന്മാർ, 1-2 ദിനവൃത്താന്തം, സദൃശ്യം, സഭാപ്രസംഗി, സങ്കീർത്തനങ്ങളിൽ ചിലത്, ഉത്തമഗീത പുസ്തകം. ഇങ്ങനെ ഈ പുസ്തകങ്ങളുടെ അകത്ത് ഇത് നിരന്നു നിൽക്കുകയാണ്. പുതിയ ഉടമ്പടി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സമാപന അധ്യായങ്ങൾ മുതൽ വെളിപ്പാട് വരെ പുതിയ ഉടമ്പടി നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പുസ്തകങ്ങളുടെ ഒരു ചിത്രം ഇതിനുള്ള ബന്ധത്തിൽ നിങ്ങളുടെ അകത്ത് തന്നതാണ്. ഓക്കെ, ഇനി ഒരു കാര്യം പറയാൻ വന്നതുകൂടെ ഞാൻ ഇപ്പം ഞാനതൊരു ധ്യാനത്തിലേക്ക് പോകാതെ ഇവിടെ കൊണ്ട് നിർത്താം. ഞാൻ പറഞ്ഞു വന്നത് പൂർത്തീകരിച്ചില്ല. അപ്പോൾ ഉടമ്പടി മാറിയപ്പോൾ, കവനന്റ് മാറിയപ്പോൾ ന്യായപ്രമാണം മാറി. കവനന്റ് മാറിയപ്പോൾ പൗരോഹിത്യം മാറിയോ? കർത്താവേ കൃപ, മാറി. കവനന്റ് മാറുമ്പോൾ ആലയവും മാറണ്ടേ?
കവനന്റ് മാറിയപ്പോൾ ന്യായപ്രമാണം മാറി, പൗരോഹിത്യം മാറി. അപ്പൊ ന്യായപ്രമാണവും പൗരോഹിത്യം മാത്രമല്ല, ആലയവും കവനന്റ് മാറിയപ്പോൾ മാറി. അപ്പോൾ പുതിയ കവനന്റ് സ്ഥാപിച്ചത് എപ്പോഴാണ്? യേശു ഉയർത്തെഴുന്നേറ്റപ്പം. എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ചിന്തയിൽ നിന്നൊക്കെ പോയിന്ന്. പക്ഷെ പഴയ ഉടമ്പടി, മോശയിക ഉടമ്പടിയിൽ കൂടിയല്ലേ ആലയം വന്നേ? യെരുശലേം ദൈവാലയമാകട്ടെ, സമാഗമന കൂടാരമാകട്ടെ സ്ഥാപിതമാക്കപ്പെട്ടത് മോശയിക ഉടമ്പടിയിലൂടെയല്ലേ? ആണോ? അതെ. പക്ഷേ ഉടമ്പടി മാറിയത് എപ്പോഴാണ്? യേശുവിന്റെ കാൽവറി മരണത്തിൽ, അല്ലെങ്കിൽ ഉയർപ്പിൽ. പക്ഷെ ഉയർത്തെഴുന്നേറ്റ ശേഷവും ഭൂമിയിൽ എന്തുണ്ട്? പഴയ ഉടമ്പടിയിലുള്ള ആലയമുണ്ട്. അപ്പൊ സത്യത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം രണ്ടാലയം, അല്ലെങ്കിൽ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തക്കോസ്തിന് ശേഷം രണ്ടാലയം. ഒന്ന് പഴയ നിയമത്തിലെ മോശയുടെ നിയമപ്രകാരമുള്ള ആലയമുണ്ട്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ആലയമുണ്ട്. കൃപ. മോശിക ആലയത്തിലെ തിരശീല യേശു മരിച്ചു എന്ന് ചീന്തപ്പെട്ടു. പക്ഷെ ആലയം തുടച്ചു നീക്കപ്പെട്ടത് AD 70 ക്ലിയർ ആയല്ലോ? അപ്പൊ AD 30 മുതൽ AD 70 വരെ ന്യായപ്രമാണത്തിന് നീക്കം വന്നു, പൗരോഹിത്യത്തിന് നീക്കം വന്നു. പക്ഷെ ഈ ആലയവും പൗരോഹിത്യവും ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടായിരുന്നു. AD 70 അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടു. അപ്പോൾ AD 70 വരെ രണ്ടാലയവും ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒന്ന് അവന്റെ ശരീരം എന്ന ആലയം, രണ്ട് ന്യായപ്രമാണ പ്രകാരമുള്ള ആലയം. അപ്പൊ രണ്ടും കൂടെ മിക്സായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് AD 30 മുതൽ AD 70 വരെ. AD 30 മുതൽ 70 വരെ. അതുകൊണ്ടാണ് അവിടെയൊക്കെ പത്രോസിനെ എഴുന്നേറ്റ് അന്ത്യകാലം എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മുടെ ചിന്തയ്ക്കകത്ത് വരുന്നത് അവസാന സമയം എന്നാണ്. ആ യുഗത്തിന്റെ അവസാനമാണത്. പോട്ടെ, ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ അങ്ങോട്ട് പോയാൽ ഡൗട്ട് വരാം. അപ്പൊ അതുകൊണ്ട് മോശയിക കവനന്റ് നീക്കം വന്നതോടുകൂടെ അതിനകത്തുള്ള ഉത്സവങ്ങൾ, ശബത്തുകൾ, നിയമങ്ങൾ, സിവിൽ നിയമങ്ങൾ, മതപരമായ നിയമങ്ങൾ, യാഗപരമായ നിയമങ്ങൾ, സകലതിനും മാറ്റം വന്ന ഒരു പുതിയ കവനന്റ് കർത്താവ് കാൽവറിയിൽ സ്ഥാപിച്ചു. ആ കവനന്റിനകത്തേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എത്ര മഹത്വകരമാണെന്ന് അറിയാമോ? നമ്മൾ അവനകത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കത് ഒന്നുകൂടെ ബോധ്യമാകും. ഉടമ്പടിയുടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. വേണ്ട, നമുക്ക് നാളെ പറയാം. ഒരു ഉടമ്പടി എഴുതുമ്പോൾ, ഒരു ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ ആ ഉടമ്പടിക്കൊരു ചരിത്രമുണ്ടാകും. ആ ഉടമ്പടിയിൽ പൂർത്തീകരിക്കാനുള്ള വാക്തത്വം ഉണ്ടാകും. ആ ഉടമ്പടിയിൽ അവർ എഴുതുന്ന എഴുത്തുകളുണ്ടാകും, സംഗീതമുണ്ടാകും, കവിതകളുണ്ടാകും, സാംസ്കാരിക എഴുത്തുകളുണ്ടാകും, പാലിക്കപ്പെടേണ്ട രേഖകളുണ്ടാകും. ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഒരു ഉടമ്പടി. പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇതെല്ലാം പഴയ ഉടമ്പടിയുടെ ചിത്രങ്ങളായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയുടെ രേഖകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലേഖനങ്ങൾ. കർത്താവ് തന്നിരിക്കുന്ന പുതിയ ഉടമ്പടിയുടെ ലേഖനങ്ങൾ, പുതിയ ഉടമ്പടിയുടെ എഴുത്തുകളായ ലേഖനങ്ങൾ നിങ്ങൾ മടി കൂടാതെ ആസ്വാദനത്തിൽ വായിക്കാൻ തയ്യാറാകുക. മഹത്വകരമായ പുതിയ ഉടമ്പടി നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ തുറക്കും. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇന്ന് രാത്രി ഇവിടെ ഇപ്പോൾ സമയമായതുകൊണ്ട് വിരാമം കുറിക്കുകയാണ്. ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ വരവ് അടുത്ത് കേട്ടോ. കർത്താവിൻ്റെ വരവിന് മുമ്പ് ഭൂമിയിലെ സകല വംശങ്ങളും സുവിശേഷം കേൾക്കണം. ഇന്ന് രാവിലെ, ഇന്ന് കുറച്ചു നേരത്തെ ഒരു വ്യക്തി എന്നോട് സംസാരിച്ചു. ആ വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത്, പാസ്റ്ററെ, എനിക്ക് സുവിശേഷം പറയാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഈ ഗ്ലോറി റിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്താവ്, എനിക്ക് ആരോട് സുവിശേഷം പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന വേദനയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം കാണിച്ചു. എനിക്ക് പരിചിതമായ ഒരു വ്യക്തി മരിക്കുന്നു. ആ വ്യക്തിയുടെ അടുക്കിലൂടെ ഞാൻ മടക്കുമ്പോൾ ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നു. ദേശം മുഴുവൻ, ജനം മുഴുവൻ അറിയുന്നു കർത്താവിനെ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ഇതാണ് കേട്ടോ. ന്യൂ കവനന്റിന്റെ വെളിപ്പാടിൽ വളരുന്നവരിലൂടെ രാജ്യം അറിയുന്ന, ദേശം അറിയുന്ന, നിങ്ങളുടെ പഠനം നിങ്ങൾ നോക്കരുത്.
നിങ്ങളുടെ സാഹചര്യം നിങ്ങൾ നോക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുന്ന നിങ്ങൾ എന്താ പറയുക ഗണിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മുറിവുകൾ, നിങ്ങൾ തകർക്കപ്പെട്ടത്, നിങ്ങൾ ഒറ്റയ്ക്കാക്കപ്പെട്ടത്, നിങ്ങളുടെ സാമ്പത്തിക തലത്തിൽ വന്ന തകർച്ചകൾ, വ്യക്തിപരമായ ജീവിതത്തിൽ വന്ന മുറിവുകൾ എല്ലാം നഷ്ടപ്പെട്ടത്, എല്ലാം നിങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ടത്, ഒന്നും നിങ്ങൾ ഗണിക്കരുത്. പുതിയ ഉടമ്പടിയാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ മഹത്വകരമായത് തുറക്കാൻ പോവുകയാണ്. മഹത്വകരമായത് തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഗ്ലോറി റിലത്തിൽ കൂടെയുള്ള പുനരുത്ഥാനത്തിന്റെ ശക്തി തുറന്ന് ദേശങ്ങൾക്ക് അത്ഭുതകരമെണ്ണം ദൈവം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സീസൺ തുറക്കാൻ പോവുകയാണ്. ഒന്ന് കരമടിച്ച് നന്ദി പറയാമെങ്കിൽ ഒന്ന് കരമടിച്ച് നന്ദി പറഞ്ഞോ. അല്ല, ഒന്ന് ദൈവത്തിന് ആരാധന കൊടുക്കാമെങ്കിൽ ആരാധന കൊടുത്തോ. പുതിയ ഉടമ്പടി വിശ്വസിക്കാൻ കഴിയാത്ത തലങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലൂടെ തുറക്കുന്നതാണ്. പുതിയ ഉടമ്പടി വിശ്വസിക്കാൻ കഴിയാത്ത തലങ്ങൾ ദൈവാത്മാവ് നിങ്ങളിലൂടെ തുറക്കുന്നതാണ്. നിങ്ങൾ താമസിക്കുന്ന പട്ടണങ്ങൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിയും. നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങൾ, നിങ്ങൾ താമസിക്കുന്ന ദേശങ്ങൾ, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ, ജാതികൾ പുനരുത്ഥാനത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞ് ഒരു അസാധാരണമായ പുനരുത്ഥാനത്തിന്റെ തലമുറ അനുഭവിച്ച് ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് ആയിരങ്ങള്, പതിനായിരങ്ങള്, ലക്ഷങ്ങള് തിരിക്കുവാൻ സഹോദരിമാരെ, സഹോദരന്മാരെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ് പുതിയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതാണ് ന്യൂ കവനന്റ്. നമുക്ക് അതിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കാം. കർത്താവ് നിങ്ങളെ അവനായിട്ട് ബലപ്പെടുത്തട്ടെ. ഒരു വാക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി തുടങ്ങിക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പുതിയ ഉടമ്പടി എന്ന പുതിയ നിയമ ശുശ്രൂഷ എന്ന തിരുവചനത്തിലെ സത്യങ്ങൾ ഞങ്ങൾ പഠിക്കാൻ ആരംഭിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിലും അങ്ങ് ഞങ്ങളോട് ചരിത്രപരമായിട്ടുള്ള മേഖലകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങയുടെ മക്കളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഇത് തുറന്നു കൊടുക്കണമേ. അങ്ങ് അവരെ ഇതിൽ ഉറപ്പിക്കണമേ. അങ്ങ് അവരെ ഇതിൽ പണിയണമേ കർത്താവേ. പല വേദനകൾ, പല ഭാരങ്ങൾ, പല പഠനങ്ങൾ, പല ചിന്തകൾ, പല വാദഗതികൾ ഇവരകത്തുണ്ട് കർത്താവേ. ഇവരൊക്കെ നടുവിൽ കുഴഞ്ഞു പോകാനല്ല, ദൈവത്തിൽ ഉറച്ച് ദൈവാത്മാവിനാൽ പണിയപ്പെട്ട് കവനന്റിന്റെ വെളിപ്പാടിൽ ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ഹെവൻ റിലത്തിൽ ജീവിപ്പാൻ അങ്ങ് ഇവരുടെ മേൽ കൃപ പകരുവാൻ ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാണർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ